വന്നിരിക്കുന്നത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്രേക്കാണ്. നമുക്ക് ഫ്രണ്ടിൽ 320 mm ഡിസ്ക് ബ്രേക്കാണ് കിട്ടുന്നത്. ഒരു 390 കിട്ടുന്ന അതേ ഡിസ്ക് സൈസ് തന്നെയാണ് ഈ ഒരു 160 KTM കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കാലിപ്പറിൻ്റെ കാര്യം. ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് 4 പിസ്റ്റൺ റേഡിയലി മൗണ്ടഡ് കാലിപ്പറാണ്. ഇതിൻ്റെ ഇനിഷ്യൽ ബൈറ്റ്, സ്റ്റോപ്പിംഗ് പവർ ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നന്നായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിനെ സ്റ്റോപ്പ് അടിക്കാൻ പറ്റും. അത്രയ്ക്ക് കിടിലൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റീൽ ബ്ലേഡഡ് ആയിട്ടുള്ള ബ്രേക്ക് ലൈൻസുമാണ് കൊടുത്തിരിക്കുന്നത്. സോ എങ്ങും നമുക്ക് ഒരു ചോർച്ച ഇല്ലാണ്ട് ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് റൈഡർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന പാഡ്സ് എന്ന് പറയുന്നത് സിൻഡേഡ് പാഡ്സ് അല്ല, എന്നാൽ നോർമൽ ഒരു ഓർഗാനിക് പാഡും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പാഡ് അവർ ന്യൂലി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പാഡെന്നാണ് KTM അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിൻഡേഡ് വാങ്ങിക്കുന്നതിൻ്റെ പൈസയാവില്ല, എന്നാൽ ഓർഗാനിക്കിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കിട്ടും. അതെന്തായാലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴും മനസ്സിലാവും അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ഉണ്ട്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഈ വണ്ടിയെ എവിടെയും പിടിച്ചു നിർത്താമെന്നുള്ള ഒരു ഫീൽ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതിൽ സൂപ്പർ മോട്ടോ മോഡും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് റിയർ വീലിലെ ABS ഡിസെൻഗേജ് ചെയ്തുകൊണ്ട് വണ്ടിയെ നൈസായിട്ട് ഇങ്ങനെ സ്ലൈഡ് അടിക്കാനും ഒക്കെ തന്നെ നല്ല രസമാണ്.